ഇതാ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹെൽത്തി ദോശ. ചെറുപയർ അരച്ചതും ഉഴുന്നും അരിമാവും കൂടെ ചേർത്തിട്ടുള്ളതും പിന്നെ റാഗിപ്പൊടിയും കൂടെ ചേർത്ത ഹെൽത്തിയായ ഒരു ദോശയാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് രാത്രി അത്താഴത്തിനും ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാം പറ്റിയ ഒരു നല്ല ഹെൽത്തിയായ ഒരു ദോശയാണിത്. ഈ ദോശയ്ക്ക് ഒരു ചട്നി വേണമല്ലോ, അത് നമ്മൾ ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ. വരൂ. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് കുതിർത്തതാണ്. ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഈ പയർ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കിനി അരച്ചു കൊണ്ടുവരാം. അരച്ചെടുത്ത പയർ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതാ കുറച്ച് റാഗി പൗഡറും കൂടെ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റാഗി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ദോശമാവ്, ഉഴുന്നും അരിയും അരച്ചിട്ടുള്ള ദോശമാവാണ് ഒരു 2 തവിക്ക് ഒഴിച്ചു കൊടുക്കാം. അതും അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ മാവും കൂടെ ചേർത്ത് ഈ പാകം നമ്മൾ ദോശയുടെ മാവിൻ്റെ പാകത്തിന് തന്നെയാണ് ഇത്രയും ലൂസിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. ഹെൽത്തിയായ ദോശ ഉണ്ടാക്കി എടുക്കാം. ദോശ ചുടുന്നതിന് വേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി നമുക്ക് ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. നല്ലെണ്ണയാണ് പുരട്ടുന്നത്. ഇത് മാവ് ഈ പാകത്തിൽ ആണ് ഉള്ളത്. നമുക്കിത് ദോശ ഒഴിച്ച് നോക്കാം. പാകം നമുക്കൊന്ന് മറിച്ചിട്ട് ദോശ പാകമായി നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ദോശയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽത്തിയായ ദോശയെല്ലാം ഉണ്ടാക്കി. നമുക്ക് ഈ ദോശയ്ക്ക് ഒരു ചട്നി ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊട്ടുകടല ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിരി കൂടെ ചേർക്കാം. ഒരു 2 ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. പക്ഷേ മുളക് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള കാന്താരിയാണ്. ഇത് അധികം എരിവുള്ളതല്ല, അതുകൊണ്ട് ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിപ്പോയി, അത് സാരമില്ല. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ചമ്മന്തി റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ചമ്മന്തി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. ചമ്മന്തി ഈ പാകത്തിന് മതി. ഇത് ഒരുപാട് ലൂസായാലും അതധികം ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്, ഹെൽത്തിയുമായ ചമ്മന്തിയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹെൽത്തി ദോശ.
ചെറുപയർ അരച്ചതും ഉഴുന്നും അരിമാവും കൂടെ ചേർത്തിട്ടുള്ളതും പിന്നെ റാഗിപ്പൊടിയും കൂടെ ചേർത്ത ഹെൽത്തിയായ ഒരു ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് രാത്രി അത്താഴത്തിനും ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാം പറ്റിയ ഒരു നല്ല ഹെൽത്തിയായ ഒരു ദോശയാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ? വരൂ. ഈ ദോശയ്ക്ക് ഒരു ചട്നി വേണമല്ലോ, അത് നമ്മൾ ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഹെൽത്തിയായ ഒരു ദോശയും ചട്നിയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കതിൻ്റെ ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.